ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എല്ലാവരും ഇപ്പോൾ തിരക്ക് പിടിച്ച ചർച്ചയിലാണ്. ഒരു ഡൈക്കൈജ് സ്ക്വാഡിൽ നുഴഞ്ഞു കയറിയത് ഡിഫൻസ് ഫോഴ്സിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു വിഷയമാണല്ലോ. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ KG ഇറ്റാമി അഭിപ്രായപ്പെട്ടു. ഈ കാര്യങ്ങൾ മീഡിയയെ അറിയിക്കണമെന്ന് ചിലർ പറഞ്ഞപ്പോൾ ഡിഫൻസ് ഫോഴ്സ് ഈസ്റ്റ് സെക്ടറിൻ്റെ കമാൻഡറായ ജൂസോ നോഗികാസ അതിനെ എതിർത്തു. കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത വരുന്നതുവരെ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയരുതെന്ന് അവൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ഈ കൈജുവിനെ കൊന്നിട്ട് അതിൻ്റെ ബോഡി കൊണ്ട് പുതിയ വെപ്പൺ ഉണ്ടാക്കാൻ ചിലർ പ്ലാനിട്ടപ്പോൾ മറ്റു ചിലർ ഈ കൈജുവിനെ തന്നെ ഒരു ലിവിങ് വെപ്പണായിട്ട് യൂസ് ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് സമയം കളഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡയറക്ടർ ജനറൽ മിസ്റ്റർ ഷിനോമിയെ ഇടപെട്ടു. ഈ വിഷയത്തിന് ഇനി ചർച്ച ചെയ്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കൈജു നമ്പർ 8 എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എത്രയും പെട്ടെന്ന് അവനെ ടാച്ചിക്കാവ ബേസിൽ നിന്നും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരാൻ അയാൾ അവർക്ക് ഓർഡർ കൊടുത്തു. ഈ സമയം ടാച്ചിക്കാവ ബേസിൽ നമ്മുടെ കാഫ്കയെ എല്ലാവരും കൂടി കൈയും കാലുമൊക്കെ ലോക്ക് ചെയ്ത് പൂട്ടിയിട്ടേക്കുവാണ്. 24 മണിക്കൂറും അവനെ നിരീക്ഷിക്കാൻ അവിടെ ആളുകളെ ഇരുത്തിയിട്ടുണ്ട്. അവനെ കൊണ്ടുപോകാൻ വന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ഇറ്റാമിക്ക് കാഫ്കയുടെ ഇരിപ്പ് കണ്ടിട്ട് അവൻ ശരിക്കും ഒരു കൈജു ആണോ എന്ന് വരെ തോന്നിപ്പോയി. അപ്പോഴും കാഫ്കയ്ക്ക് തന്നെ അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അവൻ ഇതുവരെ തെറ്റായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവന് കുറ്റബോധവുമില്ല. ആഷിറോയുടെ ഒപ്പം നിൽക്കാനുള്ള ചാൻസ് മിസ്സായതിൽ മാത്രമായിരുന്നു അവന് നിരാശ. അപ്പോൾ പെട്ടെന്ന് ആഷിറോയും ടീമും അങ്ങോട്ടേക്ക് കയറി വന്നു. നിന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അവൾ അവനോട് പറഞ്ഞു. എന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പലവട്ടം ചോദിച്ചിട്ടും ആരും മറുപടി കൊടുത്തില്ല. അങ്ങനെ അവിടെ നിന്നും പുറത്തേക്ക് നടക്കുന്ന സമയത്ത് അവൻ മുൻപ് കീക്കർ പറഞ്ഞ കാര്യം ഓർത്തു. പവർഫുള്ളായ കൈജൂസിനെ കിട്ടിയാൽ അതിനെ കൊന്ന് അതിൻ്റെ ശരീരം കൊണ്ട് വെപ്പൺസ് ഉണ്ടാക്കുന്ന പതിവുണ്ട്. തൻ്റെ ആയുസ് അവസാനിക്കാറായി എന്ന് കാഫ്ക ഏതാണ്ട് ഉറപ്പിച്ചു. അങ്ങനെ നടന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നതും അവിടെ 3rd ഡിവിഷനിലെ എല്ലാ ഓഫീസേഴ്സും നിരന്നു നിൽക്കുന്നത് അവൻ കണ്ടു. അവരുടെ മുന്നിലൂടെ നടക്കുമ്പോൾ അവൻ ഇച്ചിക്കാവെ ശ്രദ്ധിച്ചു. ആദ്യം മുതലേ എല്ലാത്തിനും കാഫ്കയുടെ കൂടെ നിന്നവനാണ് അവൻ. പക്ഷേ ഇപ്പോൾ അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കാഫ്കയ്ക്കില്ല. എല്ലാവരും ഇപ്പോൾ തന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നതെന്ന് അവൻ കരുതി. മനസ്സുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കാഫ്ക നേരെ ട്രക്കിനുള്ളിലേക്ക് കയറാനൊരുങ്ങി. പെട്ടെന്ന് ഇച്ചിക്കാവ ലൈനിൽ നിന്നും പുറത്തിറങ്ങി വിളിച്ചു പറഞ്ഞു, കാഫ്ക ചേട്ടാ, നിങ്ങൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇച്ചിക്കാവയുടെ വാക്കുകൾ കേട്ട കാഫ്ക ആകെ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ആ ഡോർ അടഞ്ഞു. ഈ സമയം വണ്ടിയിലുണ്ടായിരുന്ന നമ്മുടെ ആഷിറോ വണ്ടിയിൽ ക്യാമറകളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് കാഫ്കയോട് സംസാരിക്കാൻ തുടങ്ങി. കാഫ്ക ഹീബിനോ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നീ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്ക്വാഡിലെ ആരും നിന്നെ ഒരു ശത്രുവായിട്ട് കാണുന്നില്ല. നീ തിരിച്ചു വരണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇപ്പോൾ നിന്നെ കൊണ്ട് പോകുന്നത് നിന്റെ ട്രയൽ നടത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ മുന്നിൽ നീ വെറുമൊരു കൈജു അല്ല, മനുഷ്യനാണെന്ന് തെളിയിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. നിന്നെ തിരികെ കൊണ്ടുവരാൻ ഞാനും ടീമും പറ്റുന്നതുപോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. നീ പേടിക്കാതെ ധൈര്യമായിട്ട് പോയി വാ. ഇതൊക്കെ കേട്ട കാഫ്കയുടെ കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെ കാഫ്കയുടെ ട്രക്ക് അവിടെ നിന്നും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഹോഷിനെ അങ്ങോട്ടേക്ക് വന്നു. അവനും സ്ക്വാഡിലെ എല്ലാവരും ചേർന്ന് ആ ട്രക്കിനെ നോക്കി സല്യൂട്ട് ചെയ്തു. ഒരു കൈജുവിനെ സല്യൂട്ട് ചെയ്യുന്നത് ഡിഫൻസ് ഫോഴ്സിന് ചേർന്ന പണിയല്ല എന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇറ്റാമി ഹോഷിനെ കുറ്റപ്പെടുത്തി. കൈജുവിനെ അല്ല, ആ വണ്ടിക്കുള്ളിലിരിക്കുന്ന ക്യാപ്റ്റൻ ആഷിറോയെയാണ് ഞങ്ങൾ സല്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞ് നമ്മുടെ ഹോഷിന് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. കാഫ്കയെ നേരെ കൊണ്ടുപോയത് അരിയാക്കെ സിറ്റിയിലുള്ള ഡിഫൻസ് ഫോഴ്സിൻ്റെ മാരിടൈം ബേസിലേക്കാണ്. അവിടെ ഒരു ചേംബറിൻ്റെ നടുവിൽ നമ്മുടെ കാഫ്കയെ അവർ ലോക്ക് ചെയ്തിരുത്തി. ചേംബറിൻ്റെ കൂറ്റൻ ഡോറുകൾ ഓരോന്നായിട്ട് അടഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ടാച്ചിക്കാവ ബേസ് ഇപ്പോഴും റീബിൽഡിംഗ് വർക്കിലാണ്. കാഫ്ക ഇല്ലാതെ സ്ക്വാഡ് മൊത്തം മൂഡ് ഓഫാണ്. ആകെ മൊത്തം ഒരു മരണ വീടിൻ്റെ വൈബാണ് ഇപ്പോൾ അവിടെ. നമ്മുടെ ഇച്ചിക്കാവയെ ഈ സംഭവങ്ങൾ കുറേ കൂടി ബാധിച്ചിട്ടുണ്ട്. കാഫ്ക ഉണ്ടായിരുന്നപ്പോൾ ട്രെയിൻ ചെയ്യാനൊക്കെ എന്ത് രസമായിരുന്നു എന്ന് അവർ ഓർത്തു. എല്ലാവരെയും രക്ഷിച്ചിട്ടും ഇപ്പോൾ അവന് ഈ അവസ്ഥ വന്നതിൽ അവർക്ക് നല്ല ഫ്രസ്ട്രേഷൻ തോന്നി. അപ്പോൾ ഹാരുയിച്ചി പറഞ്ഞു, വെറുതെ ഹയർ ഒഫീഷ്യൽസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും പവർഫുള്ളായ ഒരു കൈജു ഇവിടെ ഉണ്ട് എന്നത് തന്നെ അവരെ സംബന്ധിച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇനി കാഫ്കയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ കാഫ്കയെ കൊന്നാൽ പോലും വിധിയെന്ന് കരുതി സമാധാനിക്കാനേ നമുക്ക് പറ്റൂ. അവൻ പറഞ്ഞതൊക്കെ കേട്ട ആവോയും അത് ശരിവച്ചു. ഈ സമയം ആഷിറോ ഓഫീസിൽ തിരക്ക് പിടിച്ച വർക്കിലായിരുന്നു. അപ്പോൾ കോനോമി അങ്ങോട്ടേക്ക് വന്നു. കാഫ്കയുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആഷിറോ കോനോമിയെ ഏൽപ്പിച്ചു. എത്രയും പെട്ടെന്ന് ഇത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ ആഷിറോ ഓർഡർ കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കാഫ്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണെന്ന് കോനോമിക്ക് മനസ്സിലായി. സന്തോഷത്തോടെ അവൾ അത് ചെയ്യാമെന്നേറ്റു. ഇതേ സമയം നമ്മുടെ വൈസ് ക്യാപ്റ്റനും കാഫ്കയെ എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്ന ചിന്തയിലായിരുന്നു. അവൻ തിരിച്ചു വന്നിട്ട് ഒരിക്കൽ കൂടി കൈജു നമ്പർ 8 ഫൈറ്റ് ചെയ്ത് നോക്കണമെന്ന ആഗ്രഹം ഹോഷിനയുടെ മനസ്സിലുണ്ട്. ഈ സമയം നമ്മുടെ കീക്കറു അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി. ഡയറക്ടർ ഷിനോമിയ അപ്പോൾ എന്തോ തിരക്ക് പിടിച്ച ജോലിയിലായിരുന്നു.
കീക്കറുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അയാൾ അവളോട് വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ കീക്കറു അയാളോട് കാഫ്ക നിരപരാധിയാണെന്നും അവനെ വെറുതെ വിടണമെന്നും അപേക്ഷിച്ചു. ഒരിക്കൽ അവൻ തൻ്റെ ജീവൻ രക്ഷിച്ച കഥയൊക്കെ കീക്കറു പറഞ്ഞു നോക്കിയെങ്കിലും ഡയറക്ടർ ഷിനോമിയുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അയാൾ ഒരു കവറെടുത്ത് കീക്കറുവിന് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ കാഫ്കയുടെ നെഞ്ചിൻ്റെ എക്സ്റേ ആയിരുന്നു. അതിൻ്റെ ഇടതുഭാഗത്തായിട്ടുള്ള ഒരു കറുത്ത നിഴൽ കാണിച്ചിട്ട് ഷിനോമിയ പറഞ്ഞു, അത് കാഫ്കയുടെ ഹൃദയമല്ല, കൈജു നമ്പർ 8ൻ്റെ കോറാണ്. അതായത് കാഫ്ക പൂർണ്ണമായും ഇപ്പോൾ ഒരു കൈജു ആണ്. കൈജുവിനോടുള്ള സിമ്പതി ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസറിന് ചേർന്നതല്ല. ഒന്നുമല്ലെങ്കിലും നിന്റെ അമ്മയെ കൊന്നത് ഒരു കൈജു ആണെന്ന് നീ ഓർക്കണമായിരുന്നു. ഇപ്പോൾ വെറുതെ എൻ്റെ സമയം കളയാതെ പോവാൻ നോക്ക്. ഷിനോമിയ പറഞ്ഞതൊക്കെ കേട്ട കീക്കറു ആകെ മരവിച്ചു പോയി. അവൾ കൂടുതലൊന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. പക്ഷേ അപ്പോഴും അവൾക്ക് കാഫ്കയിൽ വിശ്വാസമുണ്ടായിരുന്നു. ഈ സമയം ടാച്ചിക്കാവ ബേസിൽ ഇച്ചിക്കാവയെയും ടീമിനെയും ആഷിറോ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ടാച്ചിക്കാവ ബേസ് മൊത്തം തകർന്ന അവസ്ഥയിലായതുകൊണ്ട് ഇപ്പോൾ ഈ ബേസിൽ ട്രെയിനിങ് നടത്താൻ പാടാണ്. സോ ടീമിലെ എല്ലാ പുതിയ ഓഫീസേഴ്സിനെയും വേറെ വേറെ സ്ക്വാഡിലേക്ക് അയച്ചിട്ട് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാനാണ് മുകളിൽ നിന്ന് കിട്ടിയ ഓർഡർ. ആഷിറോ ഇത് പറഞ്ഞപ്പോൾ ആദ്യം ആരും അതിന് സമ്മതിച്ചില്ല. കാഫ്കയെ അടുത്തറിയാവുന്ന എല്ലാവരെയും വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ടീം സ്പ്ലിറ്റ് ആക്കുന്ന പരിപാടിയാണിതെന്ന് ഹാരുയിച്ചിക്ക് തോന്നി. പക്ഷേ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ആഷിറോ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഒടുവിൽ ഇച്ചിക്കാവ ട്രാൻസ്ഫറിങ്ങിന് സമ്മതിച്ചു. അതോടെ ടീമിലുള്ള മറ്റുള്ളവരും ട്രാൻസ്ഫറിങ്ങിന് സമ്മതം മൂളി. ഇതേസമയം ഹെഡ്ക്വാർട്ടേഴ്സിലെ ചേംബറിനുള്ളിൽ കാഫ്ക അപ്പോഴും ഒറ്റയ്ക്കിരിപ്പാണ്. അപ്പോൾ അവൻ്റെ ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി കുറച്ച് സയൻറ്റിസ്റ്റുകൾ അങ്ങോട്ടേക്ക് വന്നു. കാഫ്ക അവന്മാരോട് ചുമ്മാ ഓരോ തമാശ പറഞ്ഞ് ബോറടി മാറ്റാൻ നോക്കിയെങ്കിലും അവർ ആരും കാഫ്കയെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ നിരാശനായിട്ടിരിക്കുമ്പോഴാണ് അവൻ ഇച്ചിക്കാവ പറഞ്ഞ കാര്യം ഓർത്തത്. ഞാൻ തിരിച്ചു ചെല്ലുന്നതും കാത്ത് എൻ്റെ ഫ്രണ്ട്സ് പുറത്തുണ്ട്. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അതിനുവേണ്ടി എന്ത് വില കൊടുത്തും ഞാനൊരു മനുഷ്യനാണെന്ന് പ്രൂവ് ചെയ്യണം. അവൻ അങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഗേറ്റ് തുറന്നു. ഡയറക്ടർ ജനറൽ ഷിനോമിയയും ടീമും അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഷിനോമിയ ഓൾറെഡി പവർ സ്യൂട്ടൊക്കെ ഇട്ട് ഒരു ഫൈറ്റിന് റെഡിയായി തന്നെയാണ് വന്നിരിക്കുന്നത്. അതേസമയം ചേംബറിൻ്റെ മുകളിലെ വിൻഡോയിൽ നിന്നും നമ്മുടെ കീക്കറു ഇതൊക്കെ കാണുന്നുണ്ട്. അവളുടെ ഒപ്പം ഡെപ്യൂട്ടി ഡയറക്ടറും ഈസ്റ്റ് വിങ് കമാൻഡറുമുണ്ട്. ഷിനോമിയയെ കണ്ടപാടെ നമ്മുടെ കാഫ്ക അയാളോട് ഞാനൊരു മനുഷ്യനാണെന്ന് ആണയിട്ട് പറയാൻ തുടങ്ങി. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഷിനോമിയ അവിടുത്തെ ഓപ്പറേറ്റർമാരോട് കാഫ്കയെ പൂട്ടിയിട്ടേക്കുന്ന ലോക്ക് മാറ്റാൻ പറഞ്ഞു. അവർ ആദ്യമൊന്നും അടിച്ചെങ്കിലും ഷിനോമിയ ഒന്ന് തറപ്പിച്ച് നോക്കിയപ്പോൾ വേറെ വഴിയില്ലാതെ അവന്മാർ കാഫ്കയുടെ ലോക്ക് മാറ്റി. ഷിനോമിയ തന്നെ ഫ്രീ ആക്കിയത് താൻ പറയുന്നത് വിശ്വസിച്ചിട്ടായിരിക്കുമെന്ന് കാഫ്ക കരുതി. പക്ഷേ പെട്ടെന്ന് ഷിനോമിയ അവനെ ചറപറ ഷൂട്ട് ചെയ്തു. ഇത് കണ്ട കീക്കറു ആകെ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും കാഫ്ക അവൻ്റെ കൈ ട്രാൻസ്ഫോം ചെയ്തിട്ട് ബുള്ളറ്റ് ബ്ലോക്ക് ചെയ്തു. അതിൻ്റെ ഞെട്ടൽ മാറും മുൻപേ ഷിനോമിയ വന്ന് കാഫ്കയുടെ വയറിൽ പിടിച്ചിട്ട് ഒരു പിടി മാംസം അങ്ങ് പറിച്ചെടുത്തു. കാഫ്ക വേദന കൊണ്ട് പുളയുമ്പോൾ ഷിനോമിയ അവൻ്റെ മാംസം പിഴിഞ്ഞ് ചോര ഒരു ടെസ്റ്റ് ട്യൂബിൽ നിറച്ചു. നീ ഇനി എത്രയൊക്കെ ആണയിട്ട് പറഞ്ഞാലും നീ ഒരു കൈജു തന്നെയാണ്. നിന്നെപ്പോലെയുള്ളവരെ തേടിപ്പിടിച്ച് കൊല്ലുന്നതാണ് എൻ്റെ ജോലി. ഇത്രയും പറഞ്ഞിട്ട് ഷിനോമിയ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കാഫ്ക വീണ്ടും എഴുന്നേറ്റു. അവൻ പറഞ്ഞു, സാർ, ഞാനൊരു കൈജു അല്ല. എൻ്റെ പേര് കാഫ്ക ഹീവിനോ എന്നാണ്. നീ ശരിക്കും ആരാണെന്ന് ഞാനിപ്പോൾ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഷിനോമി അയാളുടെ വെപ്പൺ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് കേട്ട സോൾജേഴ്സ് 2 പെട്ടി അവിടെ കൊണ്ടുവന്ന് വച്ചു. അതിൻ്റെ ഉള്ളിൽ 2 ഭീമൻ മെറ്റൽ ഗ്ലൗസുകളാണുള്ളത്. ഷിനോമിയ ആ ഗ്ലൗസ് ഇട്ടതും അത് അയാളുടെ ബോഡിയുമായിട്ട് ലിങ്കായി. കണ്ടാൽ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും അതാണ് ഡിഫൻസ് ഫോഴ്സിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വെപ്പണായ FS-1002. ഷിനോമിയ ഇപ്പോൾ കോമ്പാറ്റ് പവറൊക്കെ അൺലീഷ് ചെയ്ത് ഫൈറ്റിന് റെഡിയായിട്ട് നിൽക്കുവാണ്. ഇത് കണ്ട കാഫ്ക ഇനി എന്ത് തന്നെ വന്നാലും കൈജു നമ്പർ 8 ആയി ട്രാൻസ്ഫോം ആവില്ല എന്ന് തീരുമാനിച്ചു. ഷിനോമിയയുടെ സ്യൂട്ടിൻ്റെ കോമ്പാറ്റ് ലിമിറ്റ് തീരുന്നത് വരെ സ്വയം ഡിഫെൻഡ് ചെയ്യാനും അതുവഴി കൈജു തൻ്റെ കൺട്രോളിലാണെന്ന് അങ്ങനെ ബോധ്യപ്പെടുത്താനും അവൻ തീരുമാനിച്ചു. പക്ഷേ ഷിനോമിയെ അറ്റാക്ക് ചെയ്തതും ഒരു വലിയ കൈജുവിൻ്റെ കൈ കാഫ്കയുടെ നേരെ വന്നു. കാഫ്ക അവിടെ നിന്ന് ചാടി മാറിയെങ്കിലും അവൻ്റെ ഒരു കൈ അറ്റുപോയി. ആകെ അന്തം വിട്ട് എയറിൽ നിൽക്കുന്ന സമയത്ത് ഷിനോമി അവനെ വെടിവെച്ച് പറപ്പിച്ചു. അപ്പോഴേക്കും കാഫ്ക ശരീരത്തിൻ്റെ 3/4 ഭാഗവും ട്രാൻസ്ഫോം ചെയ്തതുകൊണ്ട് അവൻ മരിച്ചില്ല. പക്ഷേ ഡയറക്ടർ ഷിനോമിയയുടെ പവർ എന്താണെന്ന് അതോടെ അവന് മനസ്സിലായി. ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ഫോഴ്സ് സോൾജിയർ ആയിരുന്നു അയാൾ. ഇനി അയാളുടെ കയ്യിൽ പെടാൻ പാടില്ല എന്ന് കാഫ്ക തീരുമാനിച്ചു. പക്ഷേ അപ്പോഴേക്കും അയാൾ കാഫ്കയുടെ മുന്നിലെത്തി. അതോടെ കാഫ്ക അവിടെ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ ഷിനോമിയയുടെ സ്പീഡിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവന് പറ്റിയില്ല. ഷിനോമി അവനെ ഇടിച്ച് കൈയും കാലും ഒക്കെ തകർത്തു. അതെല്ലാം റീജനറേറ്റ് ചെയ്തിട്ട് കാഫ്ക ഓടി മാറിയെങ്കിലും നമ്മുടെ ഷിനോമി അവൻ്റെ നെഞ്ചും കൂട്ടിലിട്ട് ഒരു പഞ്ച് കൊടുത്തു. അവൻ പറന്നു ചെന്ന് ചുവരിലിടിച്ച് പടമായി നിന്നു. എന്നിട്ടും അയാൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ കാഫ്കയുടെ ബോഡി തന്നെ താനെ അവിടെ ഒന്ന് ഒഴിഞ്ഞു മാറി. അന്ന് ഡൈക്കൈജുവിനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അവൻ ഇങ്ങനെയൊരു കാര്യം ഫീൽ ചെയ്തത്. അപ്പോൾ ഷിനോമിയുടെ ദേഹത്തു നിന്നും ഒരു വലിയ ഡൈക്കൈജുവിൻ്റെ ഓറ വരുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ ഊഹം ശരിയായിരുന്നു.
ഒരു ഡൈക്കൈജുവിൻ്റെ ശരീരഭാഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വെപ്പണും ആർമറുമാണ് മിസ്റ്റർ ഷിനോമിയെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 1972 സപ്പോറോ നഗരം മൊത്തമായിട്ട് ഒരു ഡൈക്കൈജു ഒറ്റയ്ക്ക് നശിപ്പിച്ചിരുന്നു. അന്ന് ഷിനോമിയയുടെ ഭാര്യ ഉൾപ്പെടെ 3 ഡിഫൻസ് ഫോഴ്സ് ക്യാപ്റ്റന്മാരെ കൊന്ന ആ ഡൈക്കൈജുവിന് കൈജു നമ്പർ 2 എന്നാണ് പേരിട്ടിരുന്നത്. ആ കൈജുവിൻ്റെ ശരീരം കൊണ്ടാണ് ഷിനോമിയെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന വെപ്പൺസും ആർമറും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡിഫൻസ് ഫോഴ്സിൽ തന്നെ ഈ വെപ്പൺ യൂസ് ചെയ്യാനുള്ള ആംബിയർ ഷിനോമിയയ്ക്ക് മാത്രമേ ഉള്ളൂ. കാഫ്ക ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയി. അയാൾ കാഫ്കയെ നല്ലോണം പഞ്ഞിക്കിട്ടു തുടങ്ങി. അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവൻ്റെ കാലും അയാൾ മുറിച്ചെടുത്തു. അങ്ങനെ ആകെ നിസ്സഹായനായി നിന്ന് അവനെ ഷിനോമിയ സർവ്വശക്തിയും എടുത്ത് പഞ്ച് ചെയ്തു. അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി. കാഫ്ക മരിച്ചുപോയി എന്ന് കരുതി കീക്കറു നിലവിളിച്ചു. പക്ഷേ അപ്പോഴേക്കും കാഫ്ക അവൻ്റെ ഫുൾ ബോഡിയും കൈജുവായി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് ആ പഞ്ച് ബ്ലോക്ക് ചെയ്തിരുന്നു. അവൻ ജീവനോടെ ഉണ്ടെന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് കീക്കറു ആ കാര്യം ശ്രദ്ധിച്ചത്. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ കാഫ്കയല്ല, അത് മനുഷ്യത്വമില്ലാത്തൊരു കൈജു മാത്രമാണ്. ഇപ്പോൾ ആ കൈജു കാഫ്കയുടെ ശരീരം ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. കാഫ്കയുടെ മനസ്സ് ഇപ്പോൾ കൈജുവിൻ്റെ ഉള്ളിൽ ഒരിടത്ത് ട്രാപ്പായിട്ടിരിക്കുവാണ്. അതിനുള്ളിൽ നിന്നും രക്ഷപ്പെടാൻ കാഫ്കയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് അവൻ മുൻപ് വിഴുങ്ങിയ കൈജു അവൻ്റെ അടുത്തേക്ക് വന്നു. അത് കാഫ്കയോട് ഷിനോമിയെ കൊല്ലാൻ പറയുകയാണ്. ഈ സമയം ആ ചേംബറിൽ കൈജു നമ്പർ 8 ഭ്രാന്ത് പിടിച്ച പോലെ അലറുകയായിരുന്നു. ആ അലർച്ചയുടെ ഷോക്ക് വേവ് വന്നിടിച്ച് ചേംബറിൻ്റെ ഗ്ലാസ് അടക്കം പൊട്ടാൻ തുടങ്ങി. നിന്ന നിൽപ്പിൽ കൈജു നമ്പർ 8ൻ്റെ ശരീരം വലുതായി. അവൻ അലറി വിളിച്ചുകൊണ്ട് ഒരു കാട്ടു മൃഗത്തിനെ പോലെ ഷിനോമിയുടെ നേരെ കുതിച്ചു. ഇത് കണ്ട കീക്കറു കാഫ്കയെ വിളിച്ചുണർത്താൻ നോക്കിയെങ്കിലും ഒരുപാട് വൈകിപ്പോയിരുന്നു. കൈജു നമ്പർ 8 ഷിനോമിയുടെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു.